ഡേ 2 രാവിലെ തന്നെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയുള്ള ഒറ്റ പോക്കാ. പോകുന്ന വഴിക്ക് നല്ല അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഈ വ്യൂ എല്ലാം എൻജോയ് ചെയ്ത് കുറെ ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ മനസ്സിൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായോണ്ട് എങ്ങനെയെങ്കിലും ഓടി എത്തിയാൽ മതിയെന്നായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഒരു കിടിലം ബാൽക്കണി ഉണ്ട്. പിന്നെ അത് കണ്ടിട്ടാവാം ഫുഡ് അടിയെന്നും പറഞ്ഞ് അതും നോക്കി കുറച്ചേരം നിന്നു. അടിപൊളി വ്യൂ തന്നെയായിരുന്നു. ഓരോ ബാൽക്കണിക്കും ഓരോ വ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ബ്രേക്ക്ഫാസ്റ്റിന് അത്യാവശ്യം ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരു മസാല ദോശയൊക്കെ കഴിച്ച് ഒരു വടയൊക്കെ കഴിച്ച് അങ്ങ് ചില്ലായി. പിന്നെ പെട്ടെന്ന് തിരിച്ച് റൂമിലേക്ക് തന്നെ പോകേണ്ടിയിരുന്നു. കാരണം ഇന്ന് ചെക്ക് ഔട്ട് ചെയ്ത് വേറൊരു റൂമിലേക്ക് മാറാൻ പ്ലാൻ ഉണ്ട്. റൂമിലേക്ക് ചെക്ക് ഔട്ട് ചെയ്യാൻ പോയപ്പോൾ ദാ അവിടെ ഇരിക്കുന്ന ബാൽക്കണി നിറച്ച് കുറേ കുരങ്ങന്മാരും. പിന്നെ അവർക്ക് റൂമിലിരുന്ന ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരുടെ കൂടെ കുറച്ച് ടൈമും സ്പെൻഡ് ചെയ്ത് നോക്കിയപ്പോൾ ദാ ഒറ്റക്കയ്യൻ കുരങ്ങനൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ആൽഫ മെയിൽ. അവരോട് സ്പെൻഡും ചെയ്ത് അടുത്ത റൂമിലേക്ക് ഇങ്ങനെ നടന്നു പോയി. അവിടെയും നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ സൈഡിൽ കാണാമായിരുന്നു. ഇപ്പൊ എടുത്ത റൂമിന്റെ അത്രയും പ്രീമിയം അല്ല, ബട്ട് സ്റ്റിൽ ഒന്ന് നോക്കാം എങ്ങനെ ആയിരിക്കും എന്നറിയാൻ വേണ്ടി അവിടെ പോയി. റൂം തുറന്ന് അകത്ത് കയറിയപ്പോഴത്തേക്കും ആദ്യം കണ്ടത് ഇവിടത്തെ ബാൽക്കണി തന്നെയാണ്. ഈ വ്യൂ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും അടിപൊളിയായിരുന്നു. ആക്ച്വലി മറ്റേ റൂമിനെക്കാട്ടിലും ഇതിന്റെ വ്യൂ കുറെ കൂടെ അടിപൊളിയായിരുന്നു. കുറച്ചുകൂടെ വലിയൊരു ബാൽക്കണി ആയിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ജസ്റ്റ് അവിടുത്തെ ഓരോ സ്പോട്സ് ഒക്കെ കാണാമെന്നും വെച്ച് അങ്ങ് ഇറങ്ങി. പിന്നെ അവിടുത്തെ ഫേമസ് പൂൾ കാണാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഇറങ്ങിയത്. നോക്കിയപ്പോഴേക്കും ഇത് ഭയങ്കര ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി വന്നു. ഒരു രക്ഷയില്ല ഇവിടുത്തെ ഇൻഫിനിറ്റി പൂൾ. അതിൻ്റെ അറ്റത്ത് നിന്ന് ഉള്ള വ്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഹൈറ്റൊക്കെ പേടിയുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് റിസ്ക് എടുക്കാനൊന്നും പോയില്ല. എന്തായാലും ആ വെള്ളത്തിലോട്ട് ഇറങ്ങാനുള്ള ഒരു ഗ്യാപ്പൊന്നും കിട്ടിയില്ല. പിന്നെ ജസ്റ്റ് ഇങ്ങനെ അവിടെ കൂടെ കറങ്ങി നടന്നു. മഴയായിട്ട് വേറെ ഒരിടത്തും പോയില്ല. അവിടുത്തെ ഓരോ ഇങ്ങനെ സ്പോട്സ് കണ്ടുകൊണ്ട് നടന്നു. ഇതൊക്കെയാണ് ഈ ക്യാമ്പ് ഫയർ ഒക്കെ നടത്തുന്ന സ്പോട്സാണ്. രാത്രി ആകുമ്പോഴത്തേക്ക് ആൾക്കാർ കൂടും. പിന്നെ ജനറലി സോഷ്യലൈസ് ചെയ്യാൻ വളരെ മടിയായതുകൊണ്ട് അമ്മാതിരി പരിപാടിക്കൊന്നും ഞാൻ ഇറങ്ങിയില്ല. പിന്നെ കുറച്ചു നേരം കൂടെ അവിടെ കറങ്ങി നടന്ന് റൂമിൽ പോയി റെസ്റ്റ് ഒക്കെ എടുത്ത് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് ഈവനിങ് ആയപ്പോൾ ഒരു അടിപൊളി സൺസെറ്റ് വ്യൂവും കണ്ടു. അടുത്ത ദിവസം തിരിച്ചു പോകണമല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ച് കിടന്നുറങ്ങി.